നവരാത്രി വ്രതം 5-ാം ദിനം. നവദുർഗ ആരാധനാ പദ്ധതി അനുസരിച്ച് നവരാത്രി വ്രതാനുഷ്ഠാനത്തിൻ്റെ 5-ാം ദിനത്തിൽ ദേവിയെ 5-ാമത്തെ ഭാവമായ സ്കന്ദമാതാവായാണ് സങ്കല്പ പൂജ ചെയ്യേണ്ടത്. ജഗത് മാതാവായ ദേവിയുടെ മടിത്തട്ടിൽ പുത്രൻ സുബ്രഹ്മണ്യൻ സാന്നിധ്യമരുളുന്നു. സ്കന്ദമാതാവായ പരാശക്തിയുടെ സങ്കല്പം ചതുർഭുജയാണ്. 2 കൈകളിലും താമരപ്പൂവും, ഒരു കൈ പുത്രനെ വാത്സല്യപൂർവ്വം തഴുകുന്ന തരത്തിലും മറ്റേ കൈയിൽ വരദമുദ്രയും ധരിച്ചിരിക്കുന്നു. സത്യത്തിൽ സ്കന്ദമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സ്കന്ദനെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കുന്നു. അതായത് സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കുന്നു. സുബ്രഹ്മണ്യ പ്രീതിക്കും സ്കന്ദമാതാരാധന ഫലപ്രദമാകുന്നു. 5-ാം ദിവസം ദേവി ഉപാസനയ്ക്ക് ഉപയോഗിക്കേണ്ട മന്ത്രം: സിംഹാസനഗതാ നിത്യം പത്മാശ്രിതകരദ്വയാ ശുഭദാസ്തു സദാ ദേവി സ്കന്ദമാതാ യശസ്വിനി എന്നാണ്. ഈ മന്ത്രം കൊണ്ട് ദേവി ഉപാസന നടത്തുന്നവർ ദേവിയുടെയും ശ്രീ മുരുകൻ്റെയും അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുമെന്നതിൽ തർക്കമില്ല. നവരാത്രി 5-ാം ദിനത്തിൽ കന്യാപൂജയ്ക്കായി ദേവിയെ കാളികയായി ആരാധിക്കണം. കാളിക ആരാധനയ്ക്കായി ഈ മന്ത്രം ഉപയോഗിക്കാം: കാമചാരീം ശുഭാം കാന്താം കാലചക്രസ്വരൂപിണീം കാമദാം കരുണോദാരാം കാളികാം പൂജയാമ്യഹം.